റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമമെന്ന് സംശയം. പുടിന്റെ വാഹനം പൊട്ടിത്തെറിച്ച് തീപിടിച്ചെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് സംഭവം. ഇതോടെ ദുരൂഹതയും വർദ്ധിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനം പൊട്ടിത്തെറിച്ച് തീപിടിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് തീപിടുത്ത വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ സംഭവത്തിൽ ദുരൂഹതയും ബലപ്പെടുകയാണ്. മോസ്കോയിലെ FSB ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് സംഭവം. പുടിന്റെ ഔറസ് സെനറ്റ് ലിമോസിൻ എന്ന ആഡംബര വാഹനമാണ് പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടിക്കുകയും ചെയ്തത്. വിവിധ മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്തു. കാർ പൊട്ടിത്തെറിച്ച് തീപിടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കനത്ത പുക കാറിൽ നിന്നുയർന്നതും പ്രദേശത്തുള്ളവർ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കാറിന്റെ എഞ്ചിനിലാണ് ആദ്യം തീപിടിച്ചത്. പിന്നാലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായ സമയത്ത് കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റിന് നേരെയുണ്ടായ വധശ്രമമാണോ ഇതെന്ന സംശയവും ഉയരുന്നു. കഴിഞ്ഞ ദിവസമാണ് പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞത്. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂവെന്നും സെലൻസ്കി പറഞ്ഞതായാണ് കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തത്. But it also depends on his age. He will die soon, and that's a fact, and it will come to an end. And it could come to an end even before he ends his absolutely safe and losing life, historically lost life. പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കാജനകമായ അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടെയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ വിവാദ പരാമർശം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പുടിൻ ഉടനെ മരിക്കുമെന്നും യുദ്ധം അവസാനിക്കുമെന്നും സെലൻസ്കി തറപ്പിച്ചു പറഞ്ഞത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി US-ന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചയിൽ ഇരു രാജ്യങ്ങളിലെയും ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര വിപണിയിലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ US തയ്യാറായി. കരാറിൽ ഒപ്പിട്ട് ഒരു ദിവസത്തിന് ശേഷമാണ് സെലൻസ്കിയുടെ വിവാദ പരാമർശം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പുടിന് യാതൊരു താല്പര്യവുമില്ലെന്നും സമാധാന ശ്രമങ്ങളെ കാറ്റിൽ പറത്തുകയാണെന്നും സെലൻസ്കി അന്ന് പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.